പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. 35 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. എത്രയോ ജന്മമായി നിൻമുഖമിതു തേടി ഞാൻ എൻ്റെ ആയി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി. ബാലുശ്ശേരിയിൽ എത്തിയിരിക്കുക കേട്ടോ. ബാലുശ്ശേരിയിലാണ് ഇന്ന് നമ്മുടെ സൂപ്പർ പമ്പറിൻ്റെ ഷൂട്ട് നടക്കുന്നത്. ബാലുശ്ശേരിയെ കുറിച്ച് പറയുകയാണ്, ഒരുപാട് ബേക്കറികളൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ, ഒരുപാട് ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ അവസാനം കൂട്ടാലിട കറങ്ങി ഇവിടെ ബാലുശ്ശേരിയിൽ എത്തിയിരിക്കുക. എന്താ പേരെന്താ? മമ്മൂട്ടിയാ? എന്റെ പൊന്നെ, എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നല്ലേ? അപ്പൊ നമ്മുടെ CTVയുടെ സൂപ്പർ ബമ്പറിന്റെ ഷൂട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ്. അല്ല, ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പം അങ്ങോട്ട് വാ. ഇവിടുത്തെ സൂപ്പർ ബമ്പർ ഇന്ന് ആർക്കടിക്കുമെന്ന് നമുക്കറിയത്തില്ല, ഏതായാലും പോയി നോക്കാം. ആ ഉണ്ട്, ഇവിടെയുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിൽ സ്വന്തം കഴിവും ഭാഗ്യവും തെളിയിച്ച് കൈനിറയെ കണ്ണഞ്ചുന്ന സമ്മാനങ്ങളുമായി ഒരു മിന്നും ടെലിവിഷൻ താരമാവാൻ ഇതാ ബാലുശ്ശേരിക്കാർക്ക് സുവർണാവസരം. MCG ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബാലുശ്ശേരിയും ടെലിവിഷൻ ഭീമന്മാരായ CTV, ഈ ഭീമെന്ന് ഉദ്ദേശിച്ച ആരെയാണാവോ? ഭീമെന്ന് ക്യാമറാമാനെ ഉദ്ദേശിച്ച് ചേർന്ന് അവതരിപ്പിക്കുന്ന ടെലിവിഷൻ പ്രോഗ്രാം. മക്കളെ പൊളിയല്ലേ? ഹാപ്പി. നമസ്കാരം. തിരുമേനിയാണ്. എന്താണ് നമ്മുടെ ബാലുശ്ശേരിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നിങ്ങളുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്താ? ബാലുശ്ശേരി വളരെ മനോഹരമായ സുന്ദരമായ ഒരു മലയോര ഗ്രാമമാണ്. അതാണ്, ഗംഭീരമാണ് അല്ലേ? ഏതായാലും സന്തോഷമായിട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ MCG എന്ന് പറഞ്ഞ സംഭവം? എന്താ? MCG ഒരു സ്പോർട്സ് ക്ലബ്ബാണ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണല്ലേ? ഓക്കെ, എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി? പൊതുപ്രവർത്തനം, പിന്നെ കളികള് ക്രിക്കറ്റാണ് മെയിൻ. ക്രിക്കറ്റാണ്. കോച്ചിങ് ഉണ്ട്. നിങ്ങളാണോ നമ്മളെ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോഗ്രാംസ്? എല്ലാ ആളുകളൊക്കെ വന്നോ? അപ്പൊ നമ്മൾ പോസ്റ്റ് ആയിരുന്നു ഇവിടെ വന്ന്. അപ്പൊ ഏതായാലും നമ്മുടെ ക്രൂ ഒക്കെ ഓൾറെഡി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ആർക്ക് സൂപ്പർ ബമ്പർ കിട്ടുമെന്നൊന്നും അറിയില്ല. നമുക്ക് തുടങ്ങാം, നോക്കാം. ഏതായാലും നമുക്ക് നേരെ സ്റ്റേജിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ബാലുശ്ശേരിയുടെ ഏകദേശ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി ഇവിടുത്തെ മ്യൂസിക്കൊക്കെ കയറുന്നുണ്ട്. ഏതായാലും നമുക്ക് നേരെ ഇനി ഫ്ലോറിലേക്ക് പോകാം. കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. എവിടെയാ വന്നിരിക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ? നമ്മളവിടെ നിന്ന് ബസ് കയറി ഇവിടെ എത്തി, ബസ് സ്റ്റാൻഡ് കണ്ടു, ബാലുശ്ശേരി ടൗൺ കണ്ടു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാലുശ്ശേരിയിലുള്ള പ്രിയ സൗഹൃദങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. നല്ലൊരു കയ്യടി. ബാലുശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തൊരുമയുടെ നാടാണ്, കലാകാരന്മാരുടെ നാടാണ്, സ്പോർട്സിനെ സ്നേഹിക്കുന്നവരുടെ നാടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് ബാലുശ്ശേരി എന്ന് പറയുന്നത്. ഒരുപാട് മധുരങ്ങൾ വിതറുന്ന നാടാണ് ഇവിടുത്തെ തെരുവുകൾ. അപ്പം എല്ലാത്തിനും ഒരു പ്രത്യേകതയുള്ള നാട് തന്നെയാണ് ബാലുശ്ശേരി. ബാലുശ്ശേരി നൊസ്റ്റാൾജിയ ഉള്ള ഒരു നാടാണ്, നിഷ്കളങ്കരായ ജനങ്ങളുടെ നാടാണ്, കള്ളത്തരമില്ലാത്ത നാടാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പ്രേക്ഷകരായ ബാലുശ്ശേരിക്കാർ ലോകത്തിൻ്റെ എവിടെ നിന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഒരു ബാലുശ്ശേരിക്കാരനാണെന്ന് പറയുന്നതിൽ തന്നെ ഏവരും സ്വന്തം നാടിനെ കുറിച്ച് അഭിമാനിക്കുക. ഏതായാലും നമ്മൾ നിൽക്കുന്നത് ബാലുശ്ശേരിയാണ്. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട ബാലുശ്ശേരിക്കാരെ, കേരള സൂപ്പർ ബമ്പർ. ഏതായാലും നമ്മുടെ ഇവിടുത്തെ പ്രിയ ജനങ്ങളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. എന്താ പേര്? കുഞ്ഞിക്കിണാരൻ. കുഞ്ഞിക്കിണാരൻ. ആ പേരിന് കൊണ്ടല്ലേ ഒരു പ്രത്യേകത. ഓക്കെ, എന്ത് ചെയ്യുന്നു?
കൃഷിപ്പണിയിലാണ്. കൃഷിപ്പണിയാണ്. ആ ജോലിയിലും ആ പേരിലും ഒക്കെ ഒരു ഓമനത്വമുണ്ട്. ആ മുഖത്തുമില്ലേ ഒരു നിഷ്കളങ്കത ഇല്ലേ? നോക്കിയേ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ബാലുശ്ശേരിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ പ്രത്യേകത. ഓക്കെ, ഒരുപാട് പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇത് വേറൊരാൾ ഇവിടെ ഫോട്ടോയും പിടിച്ച് നിൽക്കുന്നത്. എന്താണിത്? MGR ഭക്തനാണ് ഇവിടെയും. ആഹാ, ഓക്കെ. അപ്പോൾ ഈ മൈക്ക് പിടിച്ചേ. ഇതെന്താ വേറെ നോട്ടീസ് കയ്യിലിരിക്കുന്നത്? ഇത് നമ്മുടെ നോട്ടീസാണല്ലോ. സൂപ്പർ ബമ്പർ ഇനി കേരളമാകെ പറയും അടിച്ചു പോനെ. ഇത് എവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടിയതാണല്ലേ? ഓക്കെ. അപ്പം ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു ഫോട്ടോയുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിനകത്ത് അച്ചടക്കം, സ്നേഹം, ഐക്യം, ലാലേട്ടന്റെ പടമുണ്ട്, നടുക്ക് ഇദ്ദേഹമുണ്ട്, തൊട്ടപ്പുറേ MGR ഉണ്ട്. അപ്പം ഇതാണ്, എന്താ പേരെന്താ? കുട്ടിനാരായണൻ, കുഞ്ഞിക്കിണാരൻ, ഇങ്ങനത്തെ പേരുകളാണ് കോഴിക്കോടുള്ളത്. MGR-നെ ഭയങ്കര ഇഷ്ടമാണോ? എന്നാ MGR-ന്റെ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലേ? അത് പിടിച്ചോ, ആഞ്ഞു പിടിച്ചോ. ஞானாயிட்டால் எது நடந்து விட்டால் இங்க ஏழைகள் வேதனை பட மாட்டேன். ஞானாயிட்டால் எது நடந்து விட்டால் இங்க ஏழைகள் வேதனை பட മാട്ടേൻ. ഗംഭീര ഒരു ആരാധകനാണ്, പ്രായമായി കൈവറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇപ്പോഴും MGR-നെ ഇതുപോലെ സ്നേഹിക്കുന്ന, ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. MGR-നെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്? എവിടെ വെച്ച്? പടങ്ങൾ എത്രയോ കണ്ടിട്ടുണ്ട്. അല്ല, നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ അവിടെ എത്രയോ തവണ പോയിട്ടുണ്ട് മദ്രാസിൽ. എന്നിട്ട് അവരുടെ അനുയായികൾ അനുഭവിച്ചില്ല. ആണോ? അതാണ്ടായത്. എവിടെ? തമിഴ്നാട്ടിൽ 45 പ്രാവശ്യം പോയി. 45 വയസ്സിൽ പോയി. 45 തവണ MGR-നെ കാണാൻ വേണ്ടി പോയ ആളാണ് അദ്ദേഹം. ഇവിടെ നാട്ടുകാര് മെന്റൽ ഹോസ്പിറ്റലിൽ കുതിരാട്ടത്ത് കൊണ്ടുപോയിട്ടതാ 3 മാസം. പേരാമ്പ്ര മജിസ്ട്രേറ്റിന് കത്തെഴുതി രക്ഷപ്പെട്ടു പോകുന്ന ആളാ. എന്തു പറ്റി മനസ്സിലായില്ല, എന്നിട്ട് പറഞ്ഞേ. MGR മരിച്ച അവസരത്തിൽ ഇവിടെ ഒരു ആൽമരത്തുകാരൻ അവിടെ വന്നിട്ടുണ്ട്, നന്മണ്ട. അത് കാരണം നാട്ടുകാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുതിരാട്ടത്തെ ഭ്രാന്തന്മാരെ കൂടെ കൊണ്ടിട്ട് എന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തി. MGR ഭക്തനായതുകൊണ്ട്. അതെ 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 അതെ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ MGR-നെ അമിതമായ സ്നേഹമാണ് അദ്ദേഹത്തിന്. MGR ഭക്തനാണ്. അപ്പം നാട്ടുകാർ പറഞ്ഞു ഇത് ഭ്രാന്താണെന്ന് പറഞ്ഞ് കുതിരവട്ടത്ത് കൊണ്ടുപോയി ഇട്ടു, കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ നിയമങ്ങളൊന്നും ഇല്ല, അങ്ങനെയല്ലേ? അതെ. അപ്പം എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു ഇവിടുന്ന്? 3 മാസം കഴിഞ്ഞാരെ ഞാൻ മജിസ്ട്രേറ്റിന് കത്തെഴുതി, പേരാമ്പ്ര മജിസ്ട്രേറ്റിന് കത്തെഴുതിയ. എന്ത് പറഞ്ഞു? എന്നെ രക്ഷിക്കണം, എനിക്ക് ഒരു അബദ്ധം പറ്റിയാന്ന്, ഞാൻ അയാളുടെ സ്നേഹിച്ചു ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കാരണം പിന്നെ സൂപ്രണ്ടനെ വിളിച്ചിട്ട് മജിസ്ട്രേറ്റ് 2 ചീത്തയാട്ടി പറഞ്ഞു. ഈ ആരാധനമൂത്ത് പ്രാന്താകുക എന്നൊക്കെ പറയുന്നത് കാരണം തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികൾ എന്തിനാ MGR-നോട് ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? പാവപ്പെട്ട ജനങ്ങൾക്ക് മൂപ്പര് ചെയ്ത മാതിരി കാര്യങ്ങൾ ആരും തന്നെ ചെയ്തായിട്ട് എൻ്റെ അറിവിലില്ല. നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞായിരുന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയി. MGR-നോട് പ്രേമം കാരണം ഭാര്യ ഇട്ടിട്ട് പോയി. നമ്മൾ MGR-നോട് ഭാര്യയെ പ്രണയിച്ചില്ല, MGR-നെ പ്രേമിച്ചു, ഇട്ടിട്ട് പോയി അല്ലേ? പിള്ളേര് വല്ലതും ഉണ്ടോ? പിള്ളേര് വല്ലതും ആയിരുന്നോ? ഇല്ല. 3 മാസം സമയമില്ലായിരുന്നോ? ഇപ്പോഴെവിടെ താമസിക്കുന്നത്? നമ്മളെ ദേശാദോഷമായിരിക്കും ചിലപ്പോ. ഇതോ നക്ഷത്രത്തിന്റെ കുഴപ്പമായിരിക്കും. നക്ഷത്രത്തിന്റെ കുഴപ്പമാ? ഇല്ല, പുള്ളിക്കാരി നക്ഷത്രം വെട്ടിയാലേ വിട്ടുപോയി. ഇപ്പൊ അവിടെ താമസിക്കുന്നത്? ഇപ്പോ ശ്രീകൃഷ്ണ ഭജനമഠത്തിലാ. ഭജനമഠത്തില് ബ്ലോക്ക് റോഡിൽ 2 നേരം വിളക്ക് വെച്ച് അവിടെ നിൽക്കുക. 2 നേരം വിളക്ക് വെച്ച് ഭക്ഷണമൊക്കെ എവിടുന്ന? ഭക്ഷണമൊന്നും ഇല്ല. പക്ഷെ പട്ടിണിയാണോ? ഭക്ഷണമൊന്നുമില്ല. അവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് 19 റുപ്യ ശമ്പളം തരും. 80 രൂപ അല്ല 19 റുപ്യ. 19 രൂപ ഒരു ദിവസം ശമ്പളം കിട്ടും. ഓക്കെ. ഭക്ഷണം അവിടുന്ന് ഭക്ഷണം കിട്ടുമോ? ഭക്ഷണം കിട്ടില്ല. അപ്പൊ നിങ്ങൾ എവിടുന്ന് കഴിക്കുന്നത്? ഭക്ഷണം എൻ്റെ കയ്യിൽ എന്താ പൈസ ഉണ്ടായി 10 ടിക്കറ്റൊക്കെ വിറ്റിട്ട് അതിന്റെ പിന്നെ പീടികയിൽ നിന്ന് ഭക്ഷണം എന്താ കഴിക്കും. ഇപ്പോഴത്തെ കാലത്ത് 19 രൂപ ശമ്പളം അല്ലേ? അതൊക്കെ എന്തായാലും വലിയ കാര്യം. എന്താ നിങ്ങൾ അവിടെ വേറെ ഒന്നും അല്ലല്ലോ ചേട്ടൻ? അവിടെ ഒരു ആശ്രിതനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പുള്ളിക്ക് വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ദൈവം MGR, പിന്നെ അടുത്ത് ഭഗവാൻ, പിന്നെ മോഹൻലാൽ അല്ലേ? എന്റെ പൊന്നെ. ഇവരുടെ കൂടുതലേക്ക് രജനീകാന്ത്, കമലഹാസൻ, വിജയ്, പിന്നെ ഉപദൈവങ്ങള് ജയറാം എല്ലാവരും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവങ്ങളായിട്ട് ഇവരോട് ഒന്ന് ചേർന്നാല് ഇന്ത്യനെ ഇഷ്ടപ്പെടുത്താന്നുള്ള. അപ്പൊ നമ്മുടെ കുട്ടിനാരായണൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഉപദൈവങ്ങള് നമ്മുടെ ദൈവങ്ങളായിട്ടുള്ള അയ്യപ്പനും പരമശിവനും ക്രിസ്തുവും ഇസ്ലാമിക ദൈവങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഉപദൈവങ്ങളായിട്ട് നമുക്ക് MGR, രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി, വിജയ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സാണ് നമ്മുടെ ദൈവങ്ങൾ. ചിലർക്ക് മനുഷ്യനോട് ഭക്തി തോന്നാം, ദൈവങ്ങളോട് ആരാധന തോന്നാം, എല്ലാത്തും ആരാധനയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്നത് ദൈവം MGR ആണെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ?
ഒരിക്കലും പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ ദൈവമാണ് അല്ലേ? അപ്പൊ സന്തോഷമായിട്ട് ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ. എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റു ദൈവങ്ങളും എല്ലാം ഉണ്ട്. സൂര്യ ഭഗവാൻ, ഭൂമി ദേവി, ത്രിമൂർത്തികള്, പിന്നെ എല്ലാ ദേവീദേവന്മാരും, യേശുദേവൻ, മുഹമ്മദ് നബി, എല്ലാവരും ഉണ്ട്. എല്ലാവരും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ചുരുക്കമാണ്. ജീവിതത്തിലൊക്കെ ഒരുപാട് ട്രാജഡികൾ ഉണ്ടായിട്ട് ഇപ്പോഴും നൂറല്ല പുള്ളി, ഏതായാലും കുട്ടിനാരായണേട്ടൻ ഇപ്പം താമസിക്കുന്ന ഒരു ആശ്രമത്തിലാണ്. അവിടുത്തെ വിളക്ക് വയ്ക്കലും അതിൻ്റെ ഇടയ്ക്ക് ലോട്ടറി വിൽക്കാൻ പോകും. അവിടുന്ന് 19 രൂപ ശമ്പളം കിട്ടും. പിന്നെ ഇവിടുന്ന് ലോട്ടറി വിറ്റ പൈസ കൊണ്ടൊക്കെയാണ്. കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം മാഞ്ഞു പറഞ്ഞു പോകണം. നിസ്സാര സമയം മതി. എന്തായാലും ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമല്ല, ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ പോവുക. അതാണ്, ഇപ്പോഴും വിശ്വാസം കളഞ്ഞിട്ടില്ല. അതാണ് ഈ പ്രായത്തിലും നമ്മൾ ഇനിയും രക്ഷപ്പെടും. നമ്മുടെ സമയം ആയിട്ടില്ല. അതാണ് കോൺഫിഡൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ യുവത്വത്തിനൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മാതൃക തന്നെയാണ് ഇദ്ദേഹം. അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? എൻ്റെ പൊന്നെ. ഏതായാലും സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയതിൽ. ഏതായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ട്. ഇതാ നമസ്കാരം. എന്താ പേര്? റസിയ. അടുത്ത് തന്നെയാണോ വീട്? അമ്മയുടെ പേരെന്താ? ലക്ഷ്മി. എന്തോ കുറെ ഉണ്ട്, വായിലുണ്ട്. ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട് അല്ലേ? വയസ്സായല്ലോ. ഓക്കെ. അതൊക്കെ പഴയ പല്ല. പുതിയ പിള്ളേരുടെ പല്ലൊക്കെ പോകും. പഴയ പല്ലിലൊന്നും ഒരു കോട്ടവും വരുത്തത്തില്ല. അപ്പോൾ എന്തൊക്കെയായാലും സന്തോഷമുണ്ട്. ഇതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. താടിയിട്ട കുറേ ഫ്രീക്കന്മാരുണ്ട്. ഇതുണ്ടോ? ഇതിലേ ഒരു തലേന്ന് പുറത്തോട്ടിട്ടേ. യെസ്, ഒന്നേ. എന്താ പേര്? അൻസിഫ്. ഓ, ഇത് പട്ട ഫ്രീക്കാണല്ലോ അൻസിഫ്. ഇത് എത്ര നാളോട് ഉപയോഗിക്കുന്നു? 5 വർഷമായി. വളർത്തുന്നു? വളമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്? വളത്തിനൊന്നും ആവശ്യമില്ല. ഗംഭീരമാണോ? കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഇടയ്ക്കുന്ന ഒരു തല കണ്ടു. ഒരു അടിപൊളി താടി. ഇത് കണ്ടോ? താടി നിങ്ങളൊന്ന് കണ്ടേ. ഗംഭീര താടി. ഒന്ന് പിരിച്ചേ അൻസിഫേ, ഒന്ന് പിരിച്ചേ. അതാണ് ലാലേട്ടൻ മാത്രമേ ഇതുപോലെ മീശ പിരിക്കാൻ പറഞ്ഞപ്പോൾ പിരിച്ചിട്ടുള്ളൂ. ഇത് ഗംഭീരമായിട്ട്. ലാലേട്ടൻ ഫാനാണോ? ആരുടെ ഫാനാണ്? ലാലേട്ടൻ ഫാനാണ്. കൈയടിക്കുക. ഏതായാലും സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? വിശേഷമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. എന്താണ് വിശേഷം? ഉഷാറാണ്. അടിപൊളിയാണ്. അടിച്ചുപൊളി. ഒരുപാട് ആളുകൾ നല്ലൊരു സുന്ദര കുട്ടപ്പൻ മാഷ് ഇവിടെ നിൽക്കുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ, എല്ലാവരും ഒന്ന് കാണട്ടെ. വരൂല. എന്താ പേര്? ഗോവിന്ദൻ നായർ. എന്ത് ചെയ്യായിരുന്നു? പിരിഞ്ഞ ആളാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അവധി എങ്ങനെയാണ്? ഇതുപോലത്തെ അവധി ഇതൊക്കെ പോകും, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഏതായാലും പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല, കാര്യങ്ങൾ ഇതൊന്നുമല്ല. ഇവിടെ വിഷയം ബമ്പർ മാത്രമാണ്. പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു സീ കേരളം സൂപ്പർ ബമ്പറിലേക്ക്. സമ്മാനത്തിന്റെ പെരുമഴ തുടങ്ങുകയായി. സ്വാഗതം ചെയ്യാം ബാലുശ്ശേരിയുടെ 5 പുലിക്കുട്ടികളെ. അപ്പൊ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ അറിയാവുന്നവർ ഇവിടെയുള്ളവർ 4 പേര് 5 പേരിൽ ഒരാൾ കൈപൊക്കുക. ആദ്യം കൈപൊക്കുന്ന ആളോടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം കറക്റ്റ് ആകുകയാണെങ്കിൽ ആദ്യത്തെ ഗെയിം കളിക്കാൻ വേണ്ടി ഇന്നാവും. ചോദ്യം ഇതാണ്: ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഫിലോമിന അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? എല്ലാവരും ഒരേ സമയത്തായിരുന്നു ഉത്തരം നൽകിയത്. അച്ചാമ്മ. തീർച്ചയായിട്ടും അച്ചാമ്മ എന്നല്ല, ആനപ്പാറ അച്ചാമ്മ എന്ന് പറഞ്ഞാരാണ്? ആനപ്പാറ അച്ചാമ്മ എന്ന് പറഞ്ഞ ഫാത്തിമ ഫെബിൻ. പുലിയാണ്, വീട്ടിൽ പുലിയാണ്, ഉറപ്പായിട്ടും അറിയാം. ആഹാ, അല്ലേ? ചെറുതായിട്ട് പുപ്പുലിയാണല്ലേ? ഹസ്ബൻഡിന്റെ പേര് റിഷാദ്. ഓക്കെ, ആദ്യത്തെ ഗെയിം കളിക്കുവാനായിട്ട് ഫാത്തിമ ഫെബിൻ റെഡി ആയിരിക്കുകയാണ്. എന്തായാലും ഫാത്തിമ ഫെബിൻ കളിക്കാൻ തയ്യാറല്ലേ? റെഡിയാണ്. പ്രിയമുള്ളവരെ, സീ കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ്
ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങളെ ഒന്ന് വായിച്ചറിയിക്കുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഗെയിമിലേക്ക് പോകാൻ ഫാത്തിമ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു 2 കടമയുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് 2 ബോക്സുകൾ ഇരിപ്പുണ്ട് ഇവിടെ. ഒന്ന് എന്താണ്? പണപ്പെട്ടിയും ഇതൊരു പണിപ്പെട്ടിയും. ആദ്യത്തെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പണിപ്പെട്ടിയാണ് ഫാത്തിമയ്ക്ക് തരുന്നത്. പണിപ്പെട്ടിയിൽ നിറയെ പണിയാണ് ഫാത്തിമയ്ക്കുള്ളത്. അപ്പോൾ ഏത് പണിയാണ് ഫാത്തിമയ്ക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഗെയിമിന്റെ പേരാണ് കുപ്പിവണ്ടി. കുപ്പിവണ്ടി. ഫാത്തിമ ഫെബിൻ എന്ന ഫാത്തിമ, 1000 രൂപയ്ക്കുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. 1000 രൂപക്കുള്ള പരിപാടി ഉണ്ട്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 1, 2, 3, 4, 5, 6 കുപ്പികളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഓരോ ഗ്ലാസ്സുകളുണ്ട്. പല കളറിലുള്ള ഗ്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ കുപ്പിയുടെ താഴെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 സെക്കൻഡ് സമയത്തിനുള്ളിൽ 5 കുപ്പികൾ നമ്മൾ അപ്പുറം എത്തിക്കുക, അപ്പുറത്തെ ടേബിളിൽ എത്തിക്കുക. അതായത് ഒരു ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇത് വെച്ചതിന് ശേഷം ഇവിടെ താഴെ ഈ സ്റ്റിക്കർ ഉള്ള സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ താഴെ കൈ പിടിക്കുക. ഇത് താഴെ പിടിച്ചുകൊണ്ട്, ആ സ്റ്റിക്കറിനെ താഴെ പിടിച്ചുകൊണ്ട് ഇപ്പുറേ കൊണ്ട് വെക്കുക. 120 സെക്കൻഡാണ് 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിം. ഇവിടെ ഞാൻ സൈറൻ മുഴുക്കും. ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുപ്പി വണ്ടി എന്ന് പറയുന്ന ഗെയിമാണ്. 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ട്. നന്നായിട്ട് അതിന് താഴെ താഴെ പിടിക്കണം, താഴെ പിടിച്ചുകൊണ്ടാണ്. അതെ, ആദ്യത്തെ ഗെയിമിൽ 120 സെക്കൻഡിലുള്ള കളി, 1000 രൂപയുടെ കളി ജയിച്ചിരിക്കുകയാണ് ഫാത്തിമ ഫെമിൻ. 1000 രൂപ കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിമില് ഫാത്തിമയ്ക്ക് 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതെ, സമ്മാനത്തിന്റെ പെരുമ്പറ മുഴുകുകയായി. അതെ, വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. എന്തുണ്ട് വിശേഷം? ആദ്യത്തെ ആ ഒരു മുഖത്തെ ആ ഒരു ടെൻഷനൊക്കെ മാറി ഇനി സന്തോഷം കൂടും. സന്തോഷം ഇരട്ടിക്കട്ടെ. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യണ്ടേ? വേണ്ടേ? അടുത്ത ഗെയിം എന്തായിരിക്കും അറിയാമോ? 8ന്റെ പണി കിടപ്പുണ്ട് ഫാത്തിമയ്ക്കുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം.
ഫാത്തിമയ്ക്കുള്ള 2000 രൂപയുടെ ഗെയിം. കാറ്റത്തെ കിളിക്കൂട്. കിളിക്കൂട്. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. പക്ഷേ അതിനു മുന്നേ എന്താണ് കാറ്റത്തെ കിളിക്കൂട്. കാറ്റത്തെ കിളിക്കൂടിന് മുമ്പ് ഇവിടുത്തെ കുട്ടികളുടെ നല്ലൊരു പെർഫോമൻസ്. അപ്പോൾ നമ്മൾ നല്ലൊരു പെർഫോമൻസ് ആണ് കണ്ടത്. ഗംഭീരമായിട്ട് അവർ രാധയും കൃഷ്ണനോട് എങ്ങനെയൊക്കെ നിന്നു അല്ലേ, നന്നായിട്ട് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. ഏതായാലും നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കണം. അടുത്ത കളി എന്താണ്? കാറ്റത്തെ കിളിക്കൂട് എന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ പേര്. ഇവിടെ 2-3 കിളിക്കൂട്, 6 കിളിക്കൂട് വെച്ചിട്ടുണ്ട്. ഇതാണ് കിളി എന്നുദ്ദേശിക്കുന്ന സാധനം. ഇവിടെ വെക്കുക, ഇവിടെ വെച്ചിട്ട് ഇതിലേക്ക് ഊതി ആ കൂട്ടിലേക്ക് ഇടുക. അതായത് 100 സെക്കൻഡിനുള്ളിൽ എത്ര എണ്ണമാണ് ഇടേണ്ടത്? 6 എണ്ണത്തിന്. അതല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ₹2000 മത്സരമാണ്. ശ്രദ്ധിച്ച് ചെയ്യാം, സാവധാനം ശ്രദ്ധിച്ച് ഫാത്തിമ. ഓ, മുപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്ക്.
പിടിച്ചിട്ട് പതുക്കെ സാവധാനം ശ്രദ്ധിച്ച് ധൃതി വെക്കാതെ റിലാക്സ്. യെസ്, 2000 രൂപയുടെ ഗെയിമിൽ ഫാത്തിമ വിജയിച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. ഓക്കെ, 3000 രൂപയുടെ ഗെയിം റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, നമുക്ക് ഏതാണെന്ന് നോക്കാം. യെസ്. ഓക്കെ, ഫാത്തിമയ്ക്കുള്ള 3000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല പേരാണല്ലോ. ഋഷിവര്യൻ ഗെയിം ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിം തന്നെയാണ്. കാരണം സുന്ദരനാണ്, സുമുഖനാണ്, സൽസ്വഭാവിയാണ്, സൽഗുണ സമ്പന്നനാണ് എന്നൊക്കെയാണ്. അവിടുന്ന് മതി ഇതൊന്നും അല്ല എന്നും. അദ്ദേഹത്തിൻ്റെ നല്ല പുൽക്കാൻ താടിയുണ്ട്. നമ്മുടെ ഗെയിമിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ താടിയാണ്. വേറൊന്നുമില്ല. 4 ക്ലിപ്പുകൾ ഇവിടെ ക്ലിപ്പ് ചെയ്യുക, ക്ലിപ്പ് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ബാക്കി താഴോട്ടിടാം. അടുത്ത് 80 സെക്കൻഡിനുള്ളിലാണ് കെട്ടിയോനെ പൂട്ടാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. എന്ത് രസമല്ലേ ആ സ്നേഹം വാർന്നൊഴുകയാണ്. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 50 സെക്കൻഡ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഒരെണ്ണം താഴെ പോയി, അത് കുഴപ്പമില്ല. ആ ആ ഏതായാലും ഈ സന്തോഷം എല്ലാവരുടെയും കൂടെ സന്തോഷമാണ്. ഇവിടെ നാട്ടിൽ വന്നിട്ട് 3000 രൂപയാണ് ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സന്തോഷം നമുക്ക് പങ്കിടാം ഒരു നല്ല പെർഫോമൻസോട് കൂടി.
തിരികെ വാ മലരേ വാ തിരികെ വാ. സൂപ്പർ ബമ്പറിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം. താങ്ക് യു, ഒരുപാട് നന്ദി. എവിടെയാണ് അഭിജിത്ത് വീട്? ഞാനിവിടെ ബാലുശ്ശേരി. ഇവിടെ തന്നെയാണല്ലേ? സംസാരിക്കുന്നുണ്ട് എന്നാ പാവാന്ന് നോക്കി എളിമ അല്ലേ? എന്താണ് എവിടെ മ്യൂസിക് പഠിക്കുന്നുണ്ട് ഇപ്പോഴും? ഞാൻ എറണാകുളത്താണ്. ഓക്കെ ഓക്കെ. സിനിമ വല്ലതും ചെയ്തോ? ഇല്ല, ട്രൈ ചെയ്യുന്നു. ഓക്കെ. മ്യൂസിക് പാട്ടാണോ താല്പര്യം അതോ ഇപ്പൊ BA മ്യൂസിക്കാണ് പഠിച്ചോണ്ട്? കമ്പോസിംഗ് ആണോ കൂടുതൽ, പാടാനാണോ കൂടുതലും? പാടാൻ താല്പര്യം ആണ് അല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അഭിജിത്തിനെ തേടി അവസരങ്ങൾ അതിവിദൂരമല്ല. ഉടൻ തന്നെ അഭിജിത്തിനെ നമുക്ക് സിനിമയിൽ നല്ല ഒരു ഗായകൻ്റെ ഭാഗം നിന്ന് കാണാം. ഏതായാലും അഭിജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പ്രേക്ഷകർക്കെല്ലാം നന്ദി. അഭിജിത്തിനെ സപ്പോർട്ട് ചെയ്യുക. ഏതായാലും നാളത്തെ താരമാകാൻ സൂപ്പർ ബമ്പറിന്റെ വേദി അനുവദിക്കട്ടെ, അനുഗ്രഹമാവട്ടെ. അതുവരേക്കും a short break. Welcome back to സി കേരളം സൂപ്പർ ബമ്പർ. എത്ര രൂപയുടെ കടമാണ് നമ്മൾ തമ്മിലുള്ളത്? നമ്മൾ തമ്മിൽ എത്ര രൂപയുടെ കടമാണുള്ളത്? 3000 രൂപയുടെ കടമുണ്ട്. അതിൽ എത്ര രൂപ ഞാൻ തന്നു? 1000 രൂപ തന്നു. ബാലൻസ് 2000 രൂപയുണ്ട് ഫാത്തിമയ്ക്ക് കൊടുക്കുവാനായിട്ട്. ഏതായാലും ആ കടം നികത്താനുള്ള സമയമാണ്. 2000 രൂപ. ടോട്ടൽ 3000 രൂപയാണ് ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സി കേരളം സൂപ്പർ ബമ്പറിലെ അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണോ? ഏത് ഗെയിമാണ് ഫാത്തിമയെ കാത്തിരിക്കുന്നത്? എന്ത് പണിയാണ് ഫാത്തിമയെ കാത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. അടുത്ത ഗെയിമിന്റെ പേരാണ് പിടികിട്ടാപ്പുള്ളി. അപ്പോ ഫാത്തിമയാണ് മത്സരിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. 1000 കിടന്നു, 3000 കിടന്നു. ഇനി എത്രയാണ്? 5000 രൂപയ്ക്ക് വേണ്ടിയുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത്. ഗെയിമിന്റെ പേര് പിടികുട്ടാപ്പുള്ളി എന്നാണ്. നമുക്കുള്ള സമയം 60 സെക്കൻഡ് ആണുള്ളത്. 60 സെക്കൻഡിനുള്ളിൽ ഈ ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്ന് പറയാം. ഫാത്തിമയുടെ നെറ്റിയിൽ ഈ ഒരു കപ്പ് കെട്ടും. കെട്ടിയതിന് ശേഷം ഇവിടെ ബോളിരിപ്പുണ്ട്. പല നിറത്തിലും ഉള്ള കുറേ ബോളുകൾ ഇരിപ്പുണ്ട്. ഇവിടെ കെട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇങ്ങനെ ഇടുക. നെറ്റിയിൽ കെട്ടിയിരിക്കുന്ന ഈ കപ്പിൽ ഇത് പിടിക്കുക. ഒരുപാടെണ്ണം പിടിക്കണ്ട. 60 സെക്കൻഡിനുള്ളിൽ ഒറ്റ ബോൾ പിടിച്ചാൽ മതി. 5000 രൂപയാണ് ഫാത്തിമയ്ക്ക് ലഭിക്കുന്നത്. ഫാത്തിമ റെഡിയല്ലേ? ഫാത്തിമയ്ക്ക് ഇവിടെ സപ്പോർട്ടില്ലേ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പിടികിട്ടാപ്പുള്ളി ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിടികിട്ടാപ്പുള്ളി ഗെയിം സ്റ്റാർട്ട്. രൂപയുടെ ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഏതായാലും ഫാത്തിമയ്ക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. മുഖത്ത് ക്ഷീണമുണ്ട്. കെട്ടിയോൻ നേരത്തെ ഒരു ട്രിപ്പ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. അതുവരെ നമുക്കൊരു ചെറിയ പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
10,000 രൂപയുടെ ഗെയിമാണ് അടുത്തത് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ജയിച്ചാൽ 10,000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. തോറ്റാൽ വെറും 3,000 രൂപയാണ് കിട്ടുന്നത്. പ്രാർത്ഥിച്ചെടുത്തോളൂ. ഓക്കെ. ഫാത്തിമയ്ക്ക് കരുതി വച്ചിരിക്കുന്ന ഈ ഗെയിമിന്റെ പേരാണ് ബലൂൺ കൊണ്ടാട്ടം. 2 ബലൂൺ ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. 40 സെക്കൻഡാണ് ഗെയിമിന്റെ സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കയ്യിൽ ഹോൾഡ് ചെയ്യാതെ ഈ ബലൂൺ രണ്ടും 40 സെക്കൻഡിൽ ബലൂൺ തട്ടി നിൽക്കുക. 2 കയ്യിൽ ഓരോ ബലൂൺ ഉണ്ട്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. ഹസ്ബൻഡിന് എന്താണ് പറയാനുള്ളത്? നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധയ്ക്ക് കുറവുണ്ടായി. സങ്കടമുണ്ട്. കാരണം നമുക്ക് നല്ല റേഞ്ചുള്ള കുട്ടിയായിരുന്നു, നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാത്തിമ. നല്ല ഗെയിമുകളും നല്ല സമ്മാനങ്ങളും സൂപ്പർ ബമ്പറുകളുമായി നാളെ നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ ഞാനുണ്ടാവും. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലക്കാരൻ.